മരത്തടികളിൽ അത്ഭുതം തീർത്ത വിശ്വകർമ്മജരുടെ കരവിരുത് സരസ് വിപണന മേളയിൽ ശ്രദ്ധേയമായി. മേളയിലെത്തിയ ഇടുക്കി തൊടുപുഴ വണ്ണപ്പുറം എരുമത്താനത്ത് കുടുംബശ്രീ അംഗമായ സൗമ്യ ജനീഷിന്റെ 73-ാം നമ്പർ വിപണന സ്റ്റാളിലാണ് തേക്ക്, പ്ലാവ്, ആഞ്ഞിലി എന്നീ തടികളിൽ തീർത്ത കരകൗശല വസ്തുക്കൾ പ്രദർശിപ്പിച്ചത്. തേങ്ങ ചിരകാനും ഇറച്ചി നുറുക്കാനും ഇടിയപ്പം ഉണ്ടാക്കാനും കറിക്കരിയാനും ഇതോടൊപ്പം സ്റ്റൂളായി ഉപയോഗിക്കാനും കഴിയുന്ന മാജിക് ബോക്സാണ് ഇവിടുത്തെ ഒരു ആകർഷകമായ ഉത്പന്നം. ചിരവകളുടെ വിപുലമായ ശേഖരം തന്നെ ഇവിടെയുണ്ട്. ചിരട്ടകളിൽ തയ്യാറാക്കിയ തവികൾ, നോൺ സ്റ്റിക്ക്, സ്പൂണുകൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുമുണ്ട്. പൂജാകർമ്മങ്ങൾക്ക് പ്ലാവിൽ തീർത്ത അടപലക, ആവണിപ്പലക, ചെറുതും വലുതുമായ പീഠങ്ങൾ എന്നിവയും പണപ്പെട്ടി, ചപ്പാത്തിപ്പലക, തേക്കിൽ തീർത്ത രൂപക്കൂട്, തേനീച്ചപ്പെട്ടി, പച്ചക്കറി അരിയുന്ന കട്ടിംഗ് ടേബിൾ, റീചാർജ് സ്റ്റാൻഡ് എന്നിവയെല്ലാം ലഭ്യമാണ്. മൾട്ടിപർപ്പസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്റ്റുകളാണ് നമ്മുടെ സ്റ്റോളിലുള്ളത്. നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് മൾട്ടിപർപ്പസ് സ്റ്റൂൾ ചിരവകളുടെ തന്നെ ഒരു 6 തരം ചിരവയാണ് നമ്മുടെ കയ്യിലുള്ളത്. തേക്കിൻ്റെ മൾട്ടിപർപ്പസ് ചിരവയുണ്ട്, പിന്നെ ആഞ്ഞിലിയുണ്ട്, പിന്നെ മാജിക് ബോക്സ്, എംബോക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പുണ്ട്, പിന്നെ അതിൻ്റെ ആഞ്ഞിലിയുടെ ചിരവയുണ്ട്, ടേബിൾ ടോപ്പ് ചിരവയുണ്ട്, പിന്നെ ട്രഡീഷണൽ മോൾഡ് ചിരവയുണ്ട്. ചിരവകളുടെ വെറൈറ്റി ആയുള്ളൊരു സ്റ്റോളാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വരുന്നത് പഴയ ട്രഡീഷണൽ സാധനങ്ങളാണ് കൂടുതൽ നമ്മുടെ വരുന്നത്. കോൺക്രീറ്റ് ഷെല്ല് കൊണ്ടുള്ള വിവിധ തരം പ്രോഡക്റ്റുകളുണ്ട്. ചിരട്ടപ്പുട്ടുണ്ട്, ഫോൺ സ്റ്റാൻഡുണ്ട്, ആവണിപ്പലകയുണ്ട്. പിന്നെ വരുന്നത് ഫോൺ ചാർജിങ് ബോർഡാണ്. സാധാരണ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ അടുത്ത് നമ്മൾ വെച്ചിട്ട് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാവുന്നതാണ്. 2 ഫോണിൻ്റെ ഇതിൽ നമുക്ക് ചാർജ് ബോർഡ് കംപ്ലൈൻറ്റ് വരും. ഇത് കയറ്റി വെച്ച് നമുക്ക് ഫോൺ ചെയ്യാം. ഇവിടെ നമുക്ക് താക്കോലൊക്കെ തൂക്കിടാൻ വാച്ച് വയ്ക്കാം. പിന്നെ നമ്മുടെ സ്റ്റോളിലുള്ള വെറൈറ്റി അടപലകയാണ്. ഇവിടുത്തെ പിള്ളേർക്കൊന്നും അടപലക അറിയത്തില്ല. ഇതാണ് നമ്മുടെ അടപലക, അടിച്ചുവാറ അടപലക എന്നൊക്കെ പറയും. കട്ടിംഗ് ബോർഡായിട്ട് ഉപയോഗിക്കാം, മുളക് പൊടിക്കും. സൗമ്യ എത്തുന്ന 2ാമത്തെ സരസ് മേളയാണിത്. കേരളത്തിലും ഇടുക്കി ചെറുതോണിയിൽ സർക്കാർ വാർഷികാഘോഷത്തിൽ സംഘടിപ്പിച്ച വിപണന മേളയിലും പങ്കെടുത്തിട്ടുണ്ട്. സ്വന്തമായി ഫർണിച്ചർ സ്ഥാപനം തുടങ്ങിയിട്ട് 7 വർഷമായി. ഇന്റീരിയർ ഡിസൈനറായ ഭർത്താവ് ജനീഷിന്റെ കരവിരുതിൽ തീർത്ത വസ്തുക്കളാണ് സൗമ്യ വിപണന സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ളത്. ഇത്തരം മേളകളിൽ പങ്കെടുക്കുന്നതിനാൽ ഫർണിച്ചറിന് ഓർഡറുകൾ ലഭിക്കാറുണ്ടെന്നും ആവശ്യക്കാർക്ക് ആമസോൺ വഴി ഉൽപ്പന്നങ്ങൾ 100% ഗ്യാരണ്ടിയോടെ നൽകാറുണ്ടെന്നും സൗമ്യ ജനീഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മാന്നാർ.